ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഞങ്ങളെ കണ്ണൂർ ഭാഗത്ത് ഞങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബിരിയാണിയാണ് ചിക്കൻ ദം ബിരിയാണി. ഏത് പാർട്ടി ഉണ്ടായാലും ചെറുതായാലും വലുതായാലും എന്തുണ്ടായാലും ഈ ചിക്കൻ ദം ബിരിയാണി വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം, സപ്പോർട്ട് തരണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി കണ്ടു നോക്കിയാലോ. ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും, അതേപോലെ തന്നെ അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ നമ്മളെ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ്. ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂണോളം നമ്മളെ കുരുമുളക് പൊടി, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി ഒരു അരമണിക്കൂറും അതിൽ കൂടുതൽ വെക്കുക. അതിനുശേഷം ഇതേപോലെ തിളച്ച എണ്ണയിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇത് അധികം മൊരിയാതെ ഒരു ഹാഫ് വേവിൽ നമ്മൾക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. രണ്ട് പ്രാവശ്യം കണ്ടിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്, കുറച്ചധികം ഇല്ലത് കൊണ്ട് തന്നെ. ഇനി ഒരു അടുപ്പത്തേക്ക് ഒരു കുക്കർ എടുത്ത് വെക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഉള്ളി വാട്ടാൻ വേണ്ടിയാണ്. പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പണി ലാഭം, ഗ്യാസ് ലാഭം, എല്ലാം ലാഭം തന്നെയാണ്. അതിന് വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് 6 വലിയ ഉള്ളിയും ചേർത്ത് കൊടുത്ത് വെച്ചാൽ നല്ലതുപോലെ ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഞാൻ 6 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, വലിയ ഉള്ളി. അതിനുശേഷം എല്ലാം തന്നെ നല്ലതുപോലെ മിക്സാക്കി ഇതേപോലെ അടച്ചിട്ട് ഒരു വിസിൽ ഇട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത നമ്മളെ ചിക്കൻ ഇതാ ഫ്രൈ ചെയ്തിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെച്ച് രണ്ടാമത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് 2 ടേബിൾ സ്പൂണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ വാട്ടി അതിൻ്റെ പച്ച ചുവല മാറുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നമ്മളെ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് നമ്മളെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അതിൻ്റെ പച്ചമണവും മാറ്റിയെടുക്കുക. നമ്മളെ പൊടികളെ പച്ച ചുവല മാറിയതിന് ശേഷം വീണ്ടും ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു 4 വലിയ തക്കാളിയാണ്. തക്കാളിയിൽ ഒരു 5-8 പച്ചമുളക്, 8 പച്ചമുളക്, ചെറിയ പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളക്, അതാണ് 8 എണ്ണം. അതും നല്ലതുപോലെ ഇതേപോലെ അടിച്ച് പേസ്റ്റാക്കിയിട്ടെടുക്കാം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കിട്ടും. ജോലിയും അതിനേക്കാൾ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടിയും 1/4 കപ്പ് നമ്മൾ തൈരും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടെടുക്കാം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നല്ല മിക്സായി വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച നമ്മളെ ചിക്കനും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. എല്ലാം നമ്മളെ ചിക്കനിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മസാല പിടിക്കുന്ന രൂപത്തിൽ വേണം ഇതൊന്ന് ഇളക്കി എല്ലാം തന്നെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഓൾറെഡി നമ്മളെ ചിക്കനൊക്കെ വെന്തതാണ്, എന്നാലും നമ്മൾ 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പ് അതേപോലെ തന്നെ മസാലകൾ പുളി എല്ലാം തന്നെ നമ്മളെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയാണ് ഈ 10 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് അടച്ച് വേവിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്. നമ്മളെ ചിക്കനൊക്കെ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് കുട്ടമ്പനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ചധികം മല്ലിയിലയും പുതിനയും അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക. നമ്മൾ മസാല ജോലി തീർന്നാൽ തന്നെ ഓൾറെഡി മുക്കാലും ബിരിയാണീൻ്റെ ജോലി കഴിഞ്ഞെന്നാണ്. വലിയൊരു ജോലിയാണ് ഈ ഉള്ളി വാട്ടുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതിലേക്ക് ലാസ്റ്റ് നമ്മൾക്ക് 1 ടീസ്പൂണോളം നമ്മൾ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല റെഡിയായി ഇത് അടച്ച് വെച്ച് മാറ്റി വെക്കുക. ഇനി വേണ്ടത് നമ്മൾക്ക് ചോറ് വെക്കണം. ഞാൻ ചോറ് 2 മെത്തേഡായിട്ട് വെക്കലുണ്ട്. ഞാൻ ആദ്യം വെച്ചത് നിങ്ങൾക്ക് ഞാനിട്ടൊരു
ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്. അതിലൊക്കെ ഞാൻ വറുത്തിട്ടാണ് നമ്മൾ ചോറുണ്ടാക്കിയത്. ഇത് ഞാൻ സിമ്പിളായിട്ടാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. സാധാരണ നെയ്ച്ചോറ്. അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3-4 ഏലക്കായ, പട്ട, ഗ്രാമ്പ്, അതേപോലെ തന്നെ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊരു ചെറിയ ഉള്ളിയും ചെറിയ ക്യാരറ്റും അതേപോലെ 2 തണ്ട് കറിവേപ്പില എല്ലാം കഷ്ണങ്ങളാക്കി അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ 5 ഗ്ലാസ് അരിയാണ് ഞാൻ ചോറ് വെക്കുന്നത്. ആ 5 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് അരിക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ഒരു മുറി ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വെള്ളം തിളക്കാൻ വേണ്ടി വെക്കുക. ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ വറുത്തിട്ടാണ് നമ്മൾ ചോറ് വെക്കുന്നതെങ്കിൽ തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. ഇത് ഞാൻ വറുത്തിട്ടല്ല, ഞാൻ സാധാരണ നെയ്ച്ചോറാക്കിയിട്ടാണ് ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ പച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മളെ വെള്ളത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നത് കാണുമ്പോൾ നമ്മൾ അരി അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാൻ 5 കപ്പ് കൈമ റൈസ് നല്ലതുപോലെ കഴുകി നേരത്തെ ഞാൻ വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയത്. നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നത്. ഇനി ഇങ്ങനെയായിട്ട് ചെറിയ ഗ്യാസിലാക്കി വെച്ച് കൊടുക്കുക. നമ്മൾ ചോറൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 പ്രാവശ്യം കൂടി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ചോറെല്ലാം റെഡിയായി. ഞാനിത് മാറ്റിയിട്ട് നമുക്ക് ദമ്മിടാൻ വേണ്ടി ഞാൻ എല്ലാം തന്നെ ഒരുക്കി വെക്കാം. ഞാൻ ദമ്മിടുന്നത് ഞാൻ ചോറ് വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ എന്നും ദമ്മിടൽ. ഞാൻ അതിനായിട്ട് വേറെ പാത്രങ്ങളൊന്നും എടുക്കാറില്ല. അതിൽ നിന്ന് ചോറൊക്കെ നല്ലതുപോലെ മാറ്റിയതിന് ശേഷം നമ്മൾ മസാലയിൽ നിന്ന് പകുതി മസാല ആദ്യം ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത ഉള്ളി, കാഷ്നട്ട്, മുന്തിരി, അതേപോലെ അരിഞ്ഞ നമ്മൾ മല്ലിയില, പുതിനയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പകുതി ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ റോസ് വാട്ടറിൽ കുറച്ച് കളർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇതേപോലെ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയെടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയനും അതേപോലെ തന്നെ കാഷ്നട്ട്, മുന്തിരി, അതേപോലെ തന്നെ മല്ലിയില, പുതിന എല്ലാം തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ബാക്കി വന്ന പകുതി മസാലയും അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ബാക്കി വന്ന ചോറും അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം എന്താണോ ചെയ്തത്, നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയൻ ഇട്ട് അതേപോലെ മല്ലി, പുതിന ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഇതേപോലെ എല്ലാ സ്ഥലത്തും എത്തുന്ന രൂപത്തിൽ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള നമ്മൾ റോസ് വാട്ടർ അതുപോലെ ഗരം മസാലപ്പൊടി എല്ലാം തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് ഇത് ദമ്മെടുക്കണം. ഫസ്റ്റിൽ കുറച്ച് ഗ്യാസൊക്കെ കൂട്ടി കൊടുക്കാം. നല്ലൊരു ദമ്മ് കയറുമ്പോൾ അത് കുറച്ച് കൊടുത്ത് ഒരു 30 മിനിറ്റ് നമുക്ക് പിന്നെ നല്ലതുപോലെ ദമ്മ് കയറണം. ദമ്മ് കയറിയിട്ടില്ലെങ്കിൽ ചോറ് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചതാണ്. നിങ്ങൾക്ക് മൂടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ ദമ്മൊക്കെ കയറി നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് എന്താക്കുന്നത്, നല്ല ഒരു സൈഡിലേക്ക് കൂടി നമ്മളെ ചോറൊക്കെ ഒന്ന് മറിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടിപൊളി ബിരിയാണിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ എങ്ങനെയാണോ മസാല ഉണ്ടാക്കിയത് അതുപോലെ ഉണ്ടാക്കി നിങ്ങൾ ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കി നോക്കി. നിങ്ങൾ നല്ല എളുപ്പമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്ക് തരണം, സപ്പോർട്ട് തരണം. ഇനിയും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.